ഞാൻ കഴിഞ്ഞ ദിവസം OP ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കാഷ്വാലിറ്റി എന്നൊരു കോൾ വരുന്നത്. ഒരു കുട്ടി, ഒരു 1.5 വയസ്സുള്ള കുട്ടി കട്ടിൽ നിന്ന് താഴോട്ട് വീണ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അപ്പൊ വീണപ്പോൾ മുഖം അടിച്ച് വീണാന്ന് പറഞ്ഞു. അപ്പൊ മൂക്കുന്നൊക്കെ നല്ല ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. കാഷ്വാലിറ്റി ഞാൻ OP കണ്ടുകൊണ്ടിരിക്കും വന്നു. ഞാൻ വിചാരിച്ചു ഈ OP ഫിനിഷ് ആ OP ആ പേഷ്യന്റിനെ കണ്ടിട്ട് വേഗം പോകാൻ വിചാരിച്ച ആ പേഷ്യന്റ് ഫാസ്റ്റ് എയ്ഡ് കാണാണ്. ആ സമയത്ത് വീണ്ടും കോൾ വന്നു, സാറേ എമർജൻസിയാണ്, പെട്ടെന്ന് വരണം. അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കുട്ടി ബെഡിൽ കിടക്കുന്നുണ്ട്, കുറച്ചൊരു ക്ഷീണമുള്ള പോലെ ഉണ്ട്, പക്ഷെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടെയുള്ള ഹോൾ ഫാമിലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആകെ ടെൻഷനായി. ഫാദർ കരയുന്നു, ഗ്രാൻഡ് ഫാദർ എല്ലാവരും കരഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ കുട്ടീനെ ഹെഡ് ടു ഫുട്ട് നന്നായി നോക്കി, ഫുള്ളായിട്ട് പരിശോധിച്ച് നോക്കി. അങ്ങനെ തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, മേജർ ഇഞ്ചുറീസ് ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് ഉള്ള ബ്ലീഡിംഗ് ആണ് മൂക്കുന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു അവരോട് കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അവർ മൊത്തമായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയി എന്ന് പറഞ്ഞു. അത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവരെ ടെൻഷൻ കൂടാനുള്ള കാരണം അവർ 10-12 വർഷം കാത്തിരുന്നിട്ട് ഉണ്ടായ ഒരു കുട്ടിയായിരുന്നത്. പക്ഷെ ഏത് കുട്ടിയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീഴ്ച ഈ കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം പോലുമില്ല ഒരു കുട്ടി വീണിട്ട് കൊണ്ടുവരാത്ത. ടെറസുമെന്ന് വീഴും, കോണിമെന്ന് വീഴും, അതുപോലെ ബെഡുമെന്ന് വീഴും. അപ്പം വീണ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് അതിന് ശേഷമുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവും, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും, ഭൂരിഭാഗം കേസിലും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ അതിനുള്ള ട്രീറ്റ്മെന്റേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ പ്രത്യേകിച്ച് 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളാണ് വീഴുക. അപ്പോൾ ബെഡിൽ നിന്ന് വീഴുന്ന കുട്ടികളുള്ള പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ബെഡിന് പ്രൊട്ടക്ടർ ആമസോണിൽ നിന്നെല്ലാം വാങ്ങാൻ ലഭിക്കും. അങ്ങനത്തെ വാങ്ങിച്ച് ബെഡിൽ നിന്ന് വീഴാതെ നോക്കുക. കോണിയിലേക്ക് കയറി പോകുന്ന നടന്ന് തുടങ്ങുന്ന പ്രായമുള്ള കുട്ടികൾ അവർ കോണിമെന്ന് വീഴും. അപ്പോൾ ഈ സ്റ്റെയർ കേസിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടർ ആയിട്ടുള്ള സാധനം ഈ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും, അതിന് ഡോറൊക്കെ അല്ല. അപ്പോൾ അത് വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കുക. ഞാനിവിടെ വന്നതിന് ശേഷം, ശാന്തിയിൽ വന്നതിന് ശേഷം തന്നെ 2-3 കുട്ടികൾ ഇതുപോലെ വീഴ്ചയിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ടെറസിൽ നിന്ന് വീണതായിരുന്നു, മറ്റൊന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് വീണാണ്. പക്ഷെ ഈ വീഴ്ച പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എല്ലാ മാർഗവും ചെയ്യണം. അതായത് കുട്ടികൾ വീഴാൻ സാധ്യതയുള്ള, ഈ അടുത്താണ് കോഴിക്കോട് ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് വീണൊരു കുട്ടി മരിച്ചത്. ഇപ്പൊ ഫ്ലാറ്റുകളിൽ അതുപോലെ തന്നെ വീടുകളിൽ കുട്ടികൾ വീഴ്ചക്ക് ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പ്രിവെന്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീണ് കഴിഞ്ഞാൽ ചെയ്യാൻ പലപ്പോഴും CT എടുക്കേണ്ടി വരും. CT നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് എടുക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് കുട്ടികളിൽ ഇത്തരമുള്ള ഇഞ്ചുറീസ് ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം.